എത്ര പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? ബിന്ദു ടീച്ചർ തൃശ്ശൂരിലെ മേയറായിരുന്നു എന്നുള്ളതാണ് മറന്നുകളെ. AWDയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളത് മറന്നുകളെ. അവരുടെ SFI DYFI പ്രവർത്തനങ്ങളെല്ലാം മറന്നുകളെ. ആരെ PK ശ്യാമള ഈ ഗോവിന്ദ മാഷിന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ ഈ PK ശ്യാമള രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയത്? സർ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി മാറുകയും അതിനുശേഷം DYFIയുടെ സെക്രട്ടറി ആയിട്ട് മാറുകയും ജില്ലാ ചുമതലയിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ചു തളിപ്പറമ്പിലും പിന്നീട് ആന്തൂരിലും അധ്യക്ഷയായിട്ടുണ്ട്, നഗരസഭ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. രണ്ടിടങ്ങളിലായിട്ടുണ്ട് അല്ലെ? ഇല്ലാത്തൊരു തർക്കത്തെ കുറിച്ചാണ് എനിക്കുണ്ട്. ഇന്ന് TK ഗോവിന്ദൻ വിസ്മരിക്കാൻ ശ്രമിച്ചത് PK ശ്യാമളയുടെ ഈ ചരിത്രമാണ്. 1978 പീഡികൾക്ക് പഠിക്കുന്ന സമയത്ത് SFIയിലേക്ക് വരുന്നത് ഭാവിയിൽ ഗോവിന്ദ മാഷിന്റെ കല്യാണം കഴിക്കുന്നതായിട്ടാണ്. അതിനുശേഷം 1981-82 മട്ടന്നൂർ NSS കോളേജിൽ യൂണിയൻ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സണായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് ഭാവിയിൽ MV ഗോവിന്ദ മാഷിനെ കല്യാണം കഴിച്ച് തളിപ്പറമ്പിലെയും ആന്തൂരിലെയും ഒക്കെ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് വരാമെന്നും പിന്നീട് MLA ആയിട്ട് മത്സരിക്കാമെന്ന് കണ്ടിട്ടാണ്. TK ഗോവിന്ദൻ ഈ ചരിത്രം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ എപ്പോഴും ഭർത്താവിന്റെ പിന്നിൽ കെട്ടിയിടുക. നമ്മൾ സാധാരണ പറയും ഐശ്വര്യമായി അഭിഷേക് ബച്ചന്റെ ഭാര്യ എന്ന് പറയുന്നവർ, അമിതാഭ് ബച്ചന്റെ മരുമകൾ എന്ന് പറയുന്നല്ലോ. ഐശ്വര്യമായിട്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പക്ഷെ CPM വരുമ്പോഴോ ഒരു പാർട്ടി രാഷ്ട്രീയത്തിൽ വരുമ്പോഴോ അതാ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് പുരുഷന്റെ അസ്തിത്വം പറയും. എന്നിട്ട് നമ്മൾ പറയും സ്ത്രീക്ക് പ്രാതിനിധ്യം കുറവാണ്. CPM-ൽ ഒരു സ്ത്രീ സാന്നിധ്യം അവിടെയുണ്ട്. എതിർപ്പുണ്ടെങ്കിൽ പാർട്ടി ഘടകത്തിലാണ് തീരുമാനിക്കുന്നത്, പാർട്ടി ഘടകത്തിലാണ് എതിർപ്പ് അറിയിക്കുന്നത്. ഒരിക്കലും ഭൂരിപക്ഷം തീരുമാനിച്ചു വിയോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ ഈ ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ TK ഗോവിന്ദൻ ഈ വിമർശനങ്ങൾ ഉയർത്തിയതെന്നുള്ളതാണ് എന്റെ പക്ഷം. അതുകൊണ്ട് തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ഈ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ അർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. 2, ഗോവിന്ദ മാഷിനെതിരെ ഹാപ്പിനെസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആരാ പറഞ്ഞത് അതിനകത്ത് അഴിമതിയുണ്ട്? ഏതെങ്കിലും ഒരു രേഖ പുറത്തുവിടാൻ പറ്റുമോ? കണക്ക് ഏതെങ്കിലും ഒന്ന്? ഒടുവിൽ ആ കണക്കിനെ കുറിച്ച് സ്പോൺസർഷിപ്പ് ആണോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്ന് കേൾക്കുന്നു, കേട്ട കാര്യം പറയുകയല്ല. ഒരു പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു പരിപാടി ഇത്തരം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സമയത്ത് കണക്കുകളില്ലാതെ അഴിമതി നടത്തി എന്ന് പറയാൻ കഴിയില്ല? പരിപാടിയാണോ? അതാ പാർട്ടിയുടെ MLA അവിടെ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പുകൾ വരുന്ന ഘട്ടത്തിലാണ് പല പരിപാടികൾ നടത്തുന്നത്. ഇതേ കാര്യമാണ് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തൊരു തമാശ എന്താണെന്നറിയാം? ഇതേ കുഞ്ഞികൃഷ്ണനും മധുസൂദനന്റെ കണക്കുകൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ കുഞ്ഞികൃഷ്ണന് ബോധ്യപ്പെട്ടില്ല. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് മധുസൂദന കണക്ക് ബോധ്യപ്പെട്ടില്ല, പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടു. പാർട്ടി ബോധ്യപ്പെട്ട എല്ലാ തട്ടിലും അത് ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ നടപടിയും അവിടെ ഉണ്ടായി. എന്താണ്? കൃത്യസമയത്ത് അത് കൊടുക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിലും പിന്നീട് ഒരു നടപടി അവിടെ ഉണ്ടായി. ആ നടപടിക്ക് ശേഷം അതിനെ അംഗീകരിച്ച ആളാണ് കുഞ്ഞികൃഷ്ണൻ. അതിനുശേഷം പിന്നീട് പുറത്തു വരുന്നത് എന്താ? അതാണ് മധുസൂദനുമായിട്ടുള്ള വ്യക്തിപരമായ ഈഗോ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? TK ഗോവിന്ദന് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ പിന്തുണയാണ് കിട്ടുന്നത്? വലതുപക്ഷത്തിന്റെ പിന്തുണയാണ്. എങ്ങനെയാണ് ഈ വലതുപക്ഷത്തെ കുഞ്ഞികൃഷ്ണന് പിന്തുണയ്ക്കാൻ പറ്റുക? കുഞ്ഞികൃഷ്ണൻ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുക? പ്രതിരോധ ശക്തികൾ എന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞവരുടെ പിന്തുണ സ്വീകരിക്കാൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്ക് പറ്റുക? ഇതേ കാര്യം തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചത്. 7 തവണ MLA ആയതിനു ശേഷം പിന്നീട് വീണ്ടും മത്സരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമല്ലേ അവിടെ? അതല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നത്? സ്വന്തം അതിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും G. സുധാകരൻ അത് മറുപടി പറയേണ്ടി വരില്ലേ? അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ഒരണു പോലും യോജിക്കാത്ത പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? അത് ഗോവിന്ദ മാഷിന് മാത്രം, അത് TK ഗോവിന്ദന് മാത്രമല്ല ഉള്ളത്, അത് കുഞ്ഞികൃഷ്ണനുണ്ട്, അത് G. സുധാകരനുണ്ട് എന്നുള്ളതാണ് എന്റെ പക്ഷം. രണ്ടാമത്തെ കാര്യം സമയം കിട്ടാത്തോണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇവരെല്ലാം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയപ്പോ കോൺഗ്രസിന് G. സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, കുഞ്ഞികൃഷ്ണൻ ഉത്തമനും മഹാനുമായ കമ്മ്യൂണിസ്റ്റ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്. അതിനുശേഷം ഇപ്പോൾ TK ഗോവിന്ദനെ കുറിച്ച് ഏറ്റവും 6 പതിറ്റാണ്ടിന്റെ കാലത്തിന്റെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. ഒരു കമ്മ്യൂണിസ്റ്റ് CPM-ലെ ഒരു പ്രവർത്തകനോ ഒരു നേതാവോ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു കോൺഗ്രസുകാരന് ബോധ്യപ്പെടാൻ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ കാലത്തിന്റെ യവനികയ്ക്കുള്ളിലേക്ക് പറയണം, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരണം. ഒന്നുകിൽ കാലം ഒന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, ആ സമയത്ത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആവും, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിളിക്കണം. ആ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. എത്രയെത്ര മുദ്രാവാക്യങ്ങൾ കേട്ടതാ? ഈ ഗൗരിയമ്മയെ ആദ്യം വിളിച്ച വാക്കെന്താ? എന്തായിരുന്നു ആദ്യത്തെ മുദ്രാവാക്യം? ഗൗരി ചോട്ടി പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പൊക്കൂടെ എന്ന് വിളിച്ചത് ആരാ?
എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതേ ഗൗരിയമ്മയെ പാർട്ടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് പറയുന്നു പോരാളിയായ ഗൗരിയമ്മ എന്ന് പറയുന്നു. AKG യെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് കാലം വന്ന് വിളിച്ചിട്ടും ഗോപാലൻ എന്താ പോവാത്തി എന്ന് ചോദിക്കുന്ന പാർട്ടി AKGയുടെ മരണശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന മുദ്ര ചാർത്തി കൊടുക്കുക. ഇത് തന്നെയല്ലേ വികസന കാര്യത്തിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിലെ നേതാക്കളെ അധിക്ഷേപിക്കുകയും അതിനുശേഷം പിന്നീട് ഒന്നുകിൽ കാലയളവിക്കുള്ളിൽ മറയുമോ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരുമോ? ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതല്ലാതെ പിണറായി വിജയൻ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒന്നാമത്തെ കാര്യം അത് ഇപ്പോഴത്തെ സമയത്ത് വലതുപക്ഷം എന്ന കോൺഗ്രസിനെ വിളിക്കുമ്പോൾ യഥാർത്ഥ വലതുപക്ഷം അവിടെ ചിരിക്കില്ല. വലതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. എന്നിട്ട് സ്വന്തം പാർട്ടിയിലെ കണക്ക് ബോധ്യപ്പെടാതെ മധുസൂദനെതിരെ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നു. ആ കോൺഗ്രസ് വയനാട്ടിൽ പിരിച്ച പണം എത്രയാണെന്നോ അതിന്റെ ആപ്പ് ഓഫീസിന് വേണ്ടി പിരിച്ച കണക്കിൽ ബോധ്യപ്പെടാത്ത കുഞ്ഞികൃഷ്ണൻ പോയി ചേർന്നിരിക്കുന്നത് 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്നതിന്റെ പേരിൽ പൊതുപണം പിരിച്ച് അവിടെ ഒരു വീട് പോലും തറക്കല്ല് പോലും ഇടാതെ അടിസ്ഥാനമായി അവിടുത്തെ അടിസ്ഥാനം തറക്കല്ലിട്ടു. അവിടെ ഒരു ശിലാഫലകം കൊണ്ടുവച്ചപ്പോൾ ആ ശിലാഫലവും കാണാനില്ല ആ സ്ഥലത്ത്. അവിടെ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ ആ ആപ്പ് നിർമ്മിക്കുന്നത് ആപ്പും കാണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പാർട്ടിയുടെ പിന്തുണയാണ് സ്വീകരിക്കുന്നത്. അത് വൈകിട്ടുമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെയാണ് ഇവിടുത്തെ കാര്യത്തിൽ സംഭവിക്കുന്നത്. എല്ലാത്തിനും മറുപടി പറഞ്ഞു. എവിടെ മറുപടി പറഞ്ഞു? ഇവിടെ മനു തോമസും ഈ 2 വർഷം കഴിക്കാണ് പാർട്ടിയിൽ നിന്ന് പോയത്. മനു തോമസും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോയതാണ്. കുഞ്ഞകൃഷ്ണൻ ഉന്നയിച്ച സാമ്പത്തിക തട്ടിപ്പിന് എവിടെ മറുപടി വരുന്നതാണ് പറയുന്നത്? കണക്ക് പറയുമെന്ന് പറയുന്നത് ആ കണക്ക് ആരാണ് കണ്ടിട്ടില്ല? ഇതുവരെ ആരും കണ്ടിട്ടില്ല. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ബിൽഡിംഗ് ഫണ്ടിലേക്ക് വകമാറ്റി 35 ലക്ഷം രൂപ തിരികെ അതേ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ കേട്ടുണ്ടോ മറുപടി? കുടുംബയോഗങ്ങൾ വിശദീകരിക്കുമെന്നാണെന്ന് പറഞ്ഞത്. ഏത് കുടുംബയോഗത്തിലാണ് വിശദീകരിച്ചത്? കുടുംബയോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ആർക്കാണ് ഈ കണക്ക് അറിയുന്നത്? എന്താണ് ഈ കണക്ക് അവതരിപ്പിച്ച സമയത്ത് പാർട്ടി നടപടിയെടുത്ത് ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് താഴ്ത്തിയപ്പോൾ എന്താണ് ന്യായീകരണം? നോക്കൂ, അകത്തെ പോരാട്ടങ്ങൾ ഫലിക്കാതെ വരുമ്പോഴാണ് ആളുകൾ പുറത്തേക്ക് വരുന്നത്. അകത്ത് അകത്തെ പോരാട്ടങ്ങൾ ഫലിക്കാതെ വരുമ്പോഴാണ് പുറത്തേക്ക് ചിരിക്കാനൊന്നുമില്ല. ഇപ്പോൾ അതിനെ സംബന്ധിച്ചത് അകത്ത് പറയാനുള്ള പറഞ്ഞ കാര്യങ്ങൾ അവിടെ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നില്ല. അത് കാണുമ്പോൾ പുറത്തേക്ക് വരാൻ തീരുമാനിക്കുകയാണ്. പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പുറത്തേക്ക് വന്ന് പിന്തുണ സ്വീകരിക്കുന്നത് ആരുടെയാണ്? എന്ത് പിന്തുണ? ഇതിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. എന്ത് ഈ വർത്താനം പറയുന്നത്? കേരളത്തിലുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ അറപ്പും മറപ്പും പറയുന്നുണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വലതു മുന്നണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് BJPയുടെ വലതു മുന്നണി എന്ന വാദമുണ്ടോ? BJP പോലെയാണ് BJPയെ പോലെയാണ് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയുടെ മകനെയും ഒരു മുഖ്യമന്ത്രിയുടെ മകളെയും സമ്മാനിച്ച ഒരേ ഒരു പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ അതായിക്കോട്ടെ. ഇങ്ങനത്തെ കണക്കെടുത്ത് ഓരോ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ണൂരിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ആകെ കേരളത്തിലേക്ക് രാജ്യത്തേക്ക് മുഴുവൻ കറയുടെ കാര്യമില്ല. അമ്പലപ്പുഴയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ആര് വെച്ചിട്ടുണ്ട്? പേരറിയാമല്ലോ, ജോബ്. അറിയാം. നാളെ ഏത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് മത്സരിക്കാൻ പോകുന്നത്? അറിയില്ല. BJP. ആയിക്കോട്ടെ. അങ്ങനെ പോകുന്നത് പോട്ടെ. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ CC മൂന്ന് എങ്ങനെ പോയത്? CC മൂന്ന് CPIയുടെ CC മൂന്നിനെ ആരാ പോയി ഫോൺ വിളിച്ച് പാർട്ടിയുടെ പുറത്തേക്ക് വന്നൊരു പിന്തുണ തരാമെന്ന് പറഞ്ഞത്? BJPയിലേക്ക് പോകാതിരുന്ന ഡൽഹിയിൽ പോയി BJP നേതാക്കളെ കൈവിടുമ്പോ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ് ഈസ് an end route to BJP. അയ്യോ, നിങ്ങൾക്ക് രാജ്യത്തിന്റെ കാര്യത്തിൽ ഒരു നമ്മുടെ രാജ്യത്തെ 65 പ്രധാനപ്പെട്ട നേതാക്കളും 7 മുഖ്യമന്ത്രിമാരെയും സംഭാവന ചെയ്ത പാർട്ടിയുടെ BJPയുടെ 7 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരേ ഒരു പാർട്ടിയുള്ളെങ്കിൽ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന. CPMലെ 7 മുതിർന്ന നേതാവ് ഒരു BJPയോട് ഇല്ലാത്ത എതിർപ്പും വെറുപ്പും കോൺഗ്രസിനോടുണ്ട്. ശാസ്ത്രപരമായി കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരുന്ന മനുഷ്യര് ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് വൈരുദ്ധ്യം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതെങ്ങനെയൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ ശ്രമിച്ചാലും G. സുധാകരൻ അമ്പലപ്പുഴ വിശദീകരണത്തിൽ ബുദ്ധിമുട്ടുന്നത് കാണാം. അത് പിണറായി
പിണറായിയുടെ രാഷ്ട്രീയം മുതൽ KSU സംഘടന രാഷ്ട്രീയം മുതൽ പൊതുവായിട്ട് കോൺഗ്രസ് പിന്തുടരുന്ന രാഷ്ട്രീയത്തിലെ ഓരോ ഘടകങ്ങളെയും ഇവർ എങ്ങനെ വിശദീകരിക്കുന്നു എന്ന് കാണാൻ എനിക്ക് കൗതുകമാണ്. എനിക്ക് അതായത് ഇതിൽ പ്രകടമായ ഒരു സ്ത്രീവിരുദ്ധത ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് ഗോവിന്ദൻ മാസ്റ്റർ PK ശ്രാവണനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് TK ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടന്നപ്പോ TK ഗോവിന്ദനോട് ഈ KP രമണിയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. നോക്കൂ, പാർട്ടി ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ത്രീ വേണ്ട എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ കഴിയും? അതെ, എന്റെ ഭാര്യ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം അത് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മതി, എന്റെ ഭാര്യ വേണ്ട എന്നൊരു കടുത്ത സ്ത്രീ വിരുദ്ധത അദ്ദേഹം പ്രകടമാക്കി എന്നുള്ളതാണ്. പിന്നെ അങ്ങ് പറയുന്നത് വേറൊരു കാര്യം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്ന KR ഗൗരിയമ്മയുടെ ഒരു പ്രതികരണം അങ്ങേക്ക് അറിവുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. CPM സംസ്ഥാന കമ്മിറ്റി ഒരു കൗരവ സഭയാണ്. 57 എന്നെ സഖാവെന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും അവസാനം സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവം ഇതുവരെ മറന്നിട്ടില്ല. EMSന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ എന്നെ ചോത്തി ഗൗരി എന്ന് വിളിച്ചു. EMSനെ ഞാൻ ആദ്യമായി നമ്പൂതിരിപ്പാടെ എന്ന് വിളിച്ചു എന്ന് പറയുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുണ്ട്. ഇത് KR ഗൗരിയമ്മ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട്, KR ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും KR ഗൗരിയമ്മയെ കുറിച്ച് അങ്ങ് പറഞ്ഞത് കൊണ്ടും, പക്ഷെ ഈ കാലയളവിൽ ഇവര് രണ്ടുപേരും ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷെ KR ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. KR ഗൗരിയമ്മ ഇത് പറഞ്ഞത്, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ, KR ഗൗരിയമ്മ ഇത് പറഞ്ഞ കാലം എന്ന് പറയുന്നത് അവർക്ക് ഏറെ പ്രായമായതിനു ശേഷമാണ്. ആ അനുഭവം അവർക്ക് ഓർമ്മയുണ്ട്. ആ കാലവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംശയമുള്ളത് എന്നും ആക്ഷേപമുണ്ട്. അല്ല, മുദ്രാവാക്യം വിളിച്ചതാരാ? ഈ മുദ്രാവാക്യം വിളിച്ചതാരാ? ഞാൻ പറഞ്ഞത് ജാതി അധിക്ഷേപത്തെ കുറിച്ചാണല്ലോ. ആ ജാതി അധിക്ഷേപത്തെ കുറിച്ചാണല്ലോ. ആ ജാതി അധിക്ഷേപം പിന്നീട് പാർട്ടിയിൽ ചോദ്യം വേലി കഴിച്ച റൗഡി തോമസ് സൂക്ഷിച്ചോ എന്നുള്ളതാണ്. അതിന് ഞാൻ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുമ്പോ അതിന് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ ഒന്നും ഇവിടെയും ഗൗരിയമ്മയെ ഒരു ജാതി അധിക്ഷേപം നടത്തി മുദ്രാവാക്യത്തിലൂടെ അധിക്ഷേപിച്ച മുദ്രാവാക്യം വിളിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. അഭിപ്രായമുണ്ടോ? പക്ഷേ അത് CPM ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന വിഷയമാണ്. അതിൽ ഒന്ന് രണ്ടുപേരും ഒരേ സമയത്ത് സംസാരം എനിക്ക് തർക്കമൊന്നുമില്ല. കോർട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഡിസ്പ്യൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മുദ്രാവാക്യത്തിന്റെ ഓണർഷിപ്പ് കോൺഗ്രസിനാണ്. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കാലം കൊണ്ട് വിളിച്ചിട്ടും എന്ന് പറയുന്ന മുദ്രാവാക്യം മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അത് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ മിനിറ്റ്, പറഞ്ഞിട്ടുള്ളത് TK അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിച്ചവരാണ്. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവരെ പിന്നെ പാർട്ടിയിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കാലങ്ങളനുസരിച്ച് EMSന്റെ മകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ആ സമയത്ത് അവർ ഒന്നിച്ചില്ല എന്നുള്ള ആ വാദം നിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പറയുന്നതിൽ അർത്ഥമുള്ള ആ സമയത്ത് അവർ ഒന്നിച്ചില്ല പറയുന്നത് ഏറെ അവർക്ക് പ്രായമായതിനു ശേഷമാണ്. ആ കാലഘടനയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രശ്നം. അങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല എന്നുമുണ്ട്. ഒന്നാമത്തെ കാര്യം, കണ്ണൂരിലെ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന പ്രശ്നം അതിങ്ങനെ വിപുലപ്പെടുത്തി കേരളമാകെ വ്യാപിപ്പിക്കുകയും വേറെ തരത്തിലേക്ക് കൊണ്ടുപോയി ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇങ്ങനെയല്ല. ഇത് ഈ വിഷയത്തിലേക്ക് ഒരു സമയത്തും വിഷയത്തിൽ നിൽക്കില്ല. വിഷയത്തിൽ ചാടി അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അതിന് മുന്നേ അങ്ങനെ പറഞ്ഞില്ലേ, ആ വർഷം അത് പറഞ്ഞില്ലേ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ കണ്ണൂരിൽ ചർച്ച ചെയ്യും. കണ്ണൂരിനകത്തെ പ്രശ്നം രണ്ട് നേതാക്കൾ പുറത്തു വന്നത് മുൻ KPCC അധ്യക്ഷന് സീറ്റ് കൊടുക്കണോ വേണ്ടെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്ന പാർട്ടിയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കോൺഗ്രസിന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ കാര്യം മാത്രം പറയാം. ഈ കളിപ്പുറം മോഡൽ ഇപ്പൊ എന്താണ്